മഹാഭാരതത്തിൽ 11ാം പർവം തന്നെ സ്ത്രീ പർവം എന്ന പേരിൽ ഉണ്ട്. എന്താണ് മഹാഭാരതത്തിന്റെ ഏറ്റവും സ്ഥായിയായ രസം എന്ന ചോദ്യം ഉണ്ടാകുന്നത് ഇവിടെയാണ്. എന്താണ് മഹാഭാരതത്തിലെ സ്ഥായി രസം? അത് ശാന്തമാണ്. ഒരിക്കൽ പോലും പറയാതെ എപ്പോഴും ശൃംഗാരത്തെയോ വീരത്തെയോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതിൻ്റെ സ്ഥായിയായ രസം അത് ശാന്തമാണ്. കാരണം ഒരു കുലം മുഴുവൻ കൺമുന്നിൽ തമ്മിലടിച്ചു മരിച്ചു. 18 അക്ഷൗഹിണികളുള്ളതിൽ യുദ്ധശേഷം അവസാനിച്ചത് വിരലിലെണ്ണാവുന്നവർ മാത്രം. രണ്ടു ഭാഗത്തുമായി കേവലം 12 പേർ മാത്രം അവശേഷിച്ച ഒരു മഹാദുരന്തത്തെ മുൻനിർത്തി ഒരിക്കലും യുദ്ധങ്ങൾ ഒന്നും തരുന്നില്ലെന്നും നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും കൃത്യമായി അടയാളപ്പെടുത്തിയ പർവമാണ് സ്ത്രീ പർവം. അതിൽ ഗാന്ധാരിയുടെ നേതൃത്വത്തിൽ വിധവകളുടെ ഒരു വലിയ സംഘം കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോകുന്നുണ്ട്. അതിൽ 100 പുത്രന്മാരും ഏകപുത്രിയുടെ ഭർത്താവും പേരക്കുട്ടികളും മരിച്ച ആന്ധ്യം സ്വയം വഹിച്ച ഗാന്ധാരിയാണ് മുന്നിൽ. ആ കൂട്ടത്തിന് പക്ഷ-പ്രതിപക്ഷ ഭേദങ്ങളില്ല. എല്ലാം കരയുന്ന പെണ്ണുങ്ങൾ മാത്രം. ആ യുദ്ധഭൂമിയിൽ വെച്ച് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ഇവരെ എല്ലാം കണ്ടിട്ട്, കുഞ്ഞുങ്ങളെയും മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കണ്ടിട്ട് കരച്ചിലോടുകൂടി ഗാന്ധാരി അതിലൊരുവനെ ചൂണ്ടി ചോദിക്കുന്നുണ്ട്, ഇത് നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ, ചൊല്ലഴും അർജുനൻ തന്റെ തിരുമകൻ, വല്ലവി വല്ലഭ നിന്റെ മരുമകൻ, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്രേ നിനക്ക് രസമിടോ എന്ന് ഏറ്റവും തീക്ഷ്ണതയോടെ ഭഗവാന്റെ മുഖത്തു നോക്കി ഒരമ്മ പറയുകയായിരുന്നു അവിടെ. അത് പറഞ്ഞത് ഇങ്ങനെയാണ്, കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ, ആ കുരുന്നിനെയെങ്കിലും അത് നിന്റെ മരുമകനായിരുന്നു, അതെങ്കിലും ഓർത്ത് നീ അഭിമന്യുവിനെ കൊല്ലാതെ കത്തില്ലല്ലോ എന്ന്. അവസാനം ഒരു സാധാരണീകരണത്തിലും എത്തി, കൊല്ലിക്ക തന്നെ നിനക്ക് രസമിടോ എന്ന്. ഇത് ഭഗവാന്റെ മുഖത്ത് നോക്കി ഒരമ്മ പറഞ്ഞെങ്കിൽ ആ അമ്മയുടെ തപ്തമായ ഹൃദയം എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷെ ഇവിടെയും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാജാധികാരത്തിന് അരികെ നിൽക്കുന്ന രാജ്ഞിയായ ഗാന്ധാരിക്ക് മാത്രമേ ഭഗവാന്റെ മുഖത്ത് നോക്കി അത് പറയാൻ കഴിഞ്ഞുള്ളൂ. അതേ സമയത്ത് തന്നെ ഉടയാടകൾ കൊണ്ടോ ആഭരണങ്ങൾ കൊണ്ടോ കിരീടം കൊണ്ടോ തിരിച്ചറിയാത്ത അസംഖ്യം പടയാളികൾക്കിടയിൽ സ്വന്തം പ്രിയപ്പെട്ടവനെ, സ്വന്തം മകനെ അന്വേഷിക്കുന്ന അതിസാധാരണക്കാരായ ഒരുപാട് അമ്മമാരോ ഭാര്യമാരോ ആയ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും. അവരെ ആരെയും ചരിത്രം മുന്നിലേക്ക് നിർത്തിയില്ല, പുരാണങ്ങൾ മുന്നിലേക്ക് നിർത്തിയില്ല. ഹിസ്റ്ററി എപ്പോഴും ഹിസ് സ്റ്റോറിയാണ്, അവന്റെ കഥയാണ്. അതെല്ലാ പുരുഷന്റെയും കഥയല്ല, വിജയിയുടെ മാത്രം കഥയാണ്. അതിനു പിന്നിൽ പരാജയപ്പെടുന്നവളുടെ കണ്ണുനീരിന്റെ കഥ, അത് അദൃശ്യമാക്കപ്പെട്ട മുറിവുകളാണ്. അവിടെയും സ്ത്രീയുടെ സങ്കടങ്ങൾ ഏറി നിൽക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് 16ാം നൂറ്റാണ്ടിൽ തന്നെ ഒരുപക്ഷെ സ്ത്രീയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയിൽ വരാതിരുന്ന ഒരു കാലത്തും സ്ത്രീ പർവ്വത്തെ ഇത്ര സുന്ദരമായി ആവിഷ്കരിക്കുമ്പോൾ ആ ഒരു വിഷയം കരയാൻ വേണ്ടി പിറന്നവളാണെന്നും ഇടയ്ക്കൊക്കെ അവൾ പ്രതിഷേധിക്കുന്നുണ്ടെന്നും അവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടിയിരുന്നെങ്കിലും ആ അമ്മയുടെ മനസ്സിലുണ്ടായ നോവ് ആ താഴെയുള്ള സ്ഥലത്തുകൂടി യുധിഷ്ഠിരന്റെ കാൽപാദങ്ങളിലെ നഖങ്ങളിൽ വീണിട്ട് യുധിഷ്ഠിരൻ കുനഖിയായി, ചീത്തയായ നഖത്തോടു കൂടിയവനായി, കരിഞ്ഞുപോയ നഖത്തോടു കൂടിയവനായി എന്നൊരു പരാമർശം കൂടി മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, ഒരമ്മയുടെ കണ്ണുകളിലെ അഗ്നി, നഷ്ടത്തിന്റെ വേദന, ഇത് എല്ലാ യുദ്ധങ്ങളിലും, എല്ലാ ആഭ്യന്തര കലാപങ്ങളിലും, പ്രകൃതിക്ഷോഭങ്ങളിലും എല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കണ്ണുനീര് പല ചെങ്കോലുകളെയും ഒഴുക്കി കളയുന്നു. കുമാരനാശാന്റെ സീതയിൽ ഏറ്റവും കൂടുതൽ ദുഃഖത്തിന് പര്യായമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഴൽ എന്നാണത്രേ. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്നതാണ്, തീപ്പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു എരിവ് തട്ടുകയോ ചെയ്താൽ അഴലുന്നു എന്ന ഒരു പ്രയോഗം. കൃത്യമായി അത് കൊല്ലത്താണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ആ പൊള്ളലേറ്റുണ്ടായ വേദന, ആ നീറ്റലാണ് അഴൽ. ആ അഴലാണ് എല്ലാ സ്ത്രീകളും എല്ലായിടങ്ങളിലും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.